ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും കുട്ടിക്കാലത്തിന് പോവുകയാണ്. അപ്പോൾ നമ്മളിത് ഈ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ആളും തിരക്കും കേട്ടോ. നല്ല മഴയാണേ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ദിവസം ചായ കുടിക്കാനായിട്ട് കുട്ടിക്കാലത്ത് വന്നായിരുന്നു, ഫാമിലിയായിട്ട് വന്നപ്പം നല്ല മഞ്ഞൊക്കെ കാണിക്കാം, അല്ലെങ്കിൽ നല്ല കോടയൊക്കെ ഉണ്ടാവും, അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു മഞ്ഞുമില്ല, ഒന്നുമില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇന്ന് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇപ്പോൾ സമയം ഒരു 1 മണി 2 മണി 1 മണിയൊക്കെ ആയതേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ടൈം കാണിക്കുന്നത് തെറ്റാണ്. കഴിഞ്ഞ ദിവസം സർവീസിന് വണ്ടി കൊടുത്തിട്ട് തിരിച്ച് കിട്ടിയപ്പോഴത്തേക്കും അത് ടൈം ചേഞ്ച് ആയിട്ടുണ്ട്. അത് കാരണം നമുക്ക് ടൈം കറക്റ്റ് അറിയാൻ പറ്റില്ല, മൊബൈലിനകത്ത് തന്നെ നോക്കേണ്ടതായിട്ട്. അപ്പോൾ അടിപൊളി ക്ലൈമറ്റ് ആട്ടോ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. നല്ല തണുപ്പും നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് ആകപ്പാടെ നല്ല സൂപ്പർ ക്ലൈമറ്റ് ആട്ടോ. കൊടൈക്കനാലാണ് ഈ നമ്മൾ ഈ കുട്ടിക്കാലത്തിന് എപ്പോൾ വന്നാലും ഇതേ മൂടായിരിക്കും കേട്ടോ. എപ്പോൾ വന്നാലും ഈ മഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും ഒരു സന്ധ്യ സമയത്ത് എന്തായാലും കോട ഇറങ്ങിയിട്ടുണ്ടാവും. അടിപൊളി ക്ലൈമറ്റ് ഉള്ളൊരു സ്ഥലമാണ് ഈ കുട്ടിക്കാനം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വന്നാലും മതിയാവത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു മടുപ്പ് തോന്നി അന്നേരം വണ്ടി എടുത്ത് വിടുന്നത് നേരെ കുട്ടിക്കാനത്തിനായിരിക്കും കേട്ടോ. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കുട്ടിക്കാനം. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നേരെ കുട്ടിക്കാനത്ത് പോവുക, ഒരു ചായ കുടിക്കുക, തിരിച്ച് വീട്ടിൽ പോവുക, ഇതേയുള്ള ലക്ഷ്യം. ഇന്നത്തെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതൊരു വരവായിരുന്നു. KSRTC കോടയും വല്ലാത്തൊരു കോമ്പിനേഷനാണ്. അതിൻ്റെ ഫോഗ് ലൈറ്റും അടിപൊളിയാണ്, വല്ലാത്തൊരു മൂടാണ്. എന്തായാലും നമ്മൾ കുട്ടിക്കാലത്ത് എത്തിയിട്ടുണ്ട്. നല്ല മഞ്ഞാവട്ടെ. ഈ ക്യാമറയിൽ കാണുമ്പോഴത്തേക്കിന് കുറച്ച് ഭാഗമൊക്കെ മഞ്ഞില്ലാത്ത രീതിയിൽ നമുക്കിത് ഫീൽ ചെയ്യും. പക്ഷേ തൊട്ടടുത്ത് വരെ നല്ല രീതിയിൽ മഞ്ഞുണ്ട്, നല്ല മഞ്ഞുണ്ട്. എന്തായാലും നമ്മൾ തണുത്ത് നിന്ന് ചായ കുടിക്കും. കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞങ്ങൾക്ക് മഞ്ഞിൽ നിന്ന് ചായ കുടിക്കാൻ പറ്റിയില്ല. എന്തായാലും കുട്ടിക്കാലത്ത് നിന്നൊരു അടിപൊളി ചായ നമ്മൾ കുടിക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ആലോചിക്കട്ടെ, ഇതിലെ കൂടെ ഒക്കെ ചുമ്മാ ഒന്ന് കറങ്ങണം. എന്നിട്ട് ഈ ബൈക്ക് ഇതിലെ കൂടെ ഒക്കെ ഒന്ന് ഓടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര രസമാണ് മഞ്ഞത്തേക്ക്. അപ്പോൾ അതാണ് മെയിൻ പരിപാടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഏലപ്പാറയ്ക്ക് പോകുന്ന വഴി ഒരു ചായക്കടയുണ്ട്. നമുക്ക് അവിടെ പോയി ഒരു ചായ കുടിക്കാം. ഇന്നലെ തൊട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ് രാവിലെ കുട്ടിക്കാലത്തിന് പോകണം, ചായ കുടിക്കണമെന്നൊക്കെ. ഇപ്പോൾ രാവിലെ ഒരു എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഒരു 5 മണി 6 മണി ആ ടൈമിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നിട്ട് നേരം വെളുക്കുന്ന സമയത്ത് നമുക്ക് ഈ കുട്ടിക്കാലത്ത് വരണം. എന്നിട്ട് വെളുപ്പിനെ തന്നെ ഒരു ചായ കുടിച്ചിട്ട് തിരിച്ച് പോരാം. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് വീട്ടിൽ വരാമല്ലോ എന്നുള്ള കണക്കൂട്ടിലൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ 2 ദിവസമായിട്ട് ഈ പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും നല്ല മഴയും ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ചെറിയ തണുപ്പല്ല, ചെറിയ മഴയും നല്ല തണുപ്പും ഉണ്ടായി. അത് കാരണം പോണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഉച്ചയായപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കിട്ടും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പം നല്ല എന്തായാലും എപ്പോൾ വന്നാലും ഇവിടെ ഈ ക്ലൈമറ്റ് ആയിരിക്കും, അടിപൊളി ക്ലൈമറ്റില്ലേ. പിന്നെ ഈ റോഡ് അടിപൊളി റോഡാണ് കേട്ടോ. അടിപൊളി റോഡെന്ന് പറഞ്ഞാൽ കിടിലൻ റോഡാണ്. എപ്പോൾ കുട്ടിക്കാലത്ത് വന്നാലും ഈ ചായക്കടയിലാണ് ചായ കുടിക്കുന്നത് കേട്ടോ. അതായത് തിരക്കിനകത്തു നിന്നൊക്കെ മാറി ഒരു വളവിൻ്റെ അവിടെ ഒരു ചായക്കടയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചായക്കടയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ചെന്ന് നല്ല ചൂട് ചായപ്പഴും കിട്ടും, നല്ല ചൂട് കടിയും കിട്ടും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് നല്ല വൈബിൽ നിന്ന് നമുക്ക് എന്നാ പറയുന്നത്, ആ തേയിലത്തോട്ടമൊക്കെ കണ്ടത് ഈ കടയാണ്. ഇവിടെ നിന്ന് ആ തേയിലത്തോട്ടമൊക്കെ കണ്ട് ആൾത്തിരക്കിനകത്തു നിന്നൊക്കെ മാറി നമുക്കൊരു ചായ കുടിക്കുന്നത് വേറൊരു രസം കേട്ടോ. അതെല്ലാവർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നിനക്ക് എന്നാ ഭ്രാന്താണോ ചായ കുടിക്കാനില്ല കുട്ടിക്കാലത്തിന് പോകുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തായാലും കൊള്ളാം, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ മനസ്സിലാകുന്ന ആൾക്കാർക്ക് കാണുമ്പം അത് ആ ഒരു ഫീല് കിട്ടും. പകലിനായി മഴയാകാം, കുളിരായി പീലി വിടരാം, ഈ പൂഞ്ചെരുവിൽ തണലേകിടുമോ നിലവേ നിലവേ, ഈ ആകാശങ്ങളാകെ നിലവേ നിലവേ. കുട്ടിക്കാലത്ത് നമ്മൾ ഏലപ്പാറയ്ക്ക് പോകുന്ന സമയത്ത് കുറച്ച് ദൂരം കൂടി ചെല്ലുമ്പോഴത്തേക്കും റൈറ്റിലേക്ക് ഒരു വഴി തിരിയുന്നുണ്ട്. ആ വഴി അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേക്കിന് പോകുന്ന സ്ഥലത്താണ് നമ്മളെ ഈ ഓർഡിനറി സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമുണ്ട്.
ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അപ്പം ആ വഴി അങ്ങനെ കുറേ ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള റോഡാണ് കേട്ടോ. ഭയങ്കര രണ്ട് സൈഡിലും ഈ പറഞ്ഞ പോലെ ഈ തേയിലത്തോട്ടമാണ് ഫുള്ള്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഒരു റൂട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കൂടാണ് താഴോട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ഓർമ്മയിൽ വെച്ചോളൂ. ഇങ്ങനെ കുട്ടിക്കാനത്ത് നേലപ്പാറയ്ക്ക് പോകുമ്പോൾ ഈ ഒരു സ്ഥലം, ഇവിടുന്ന് നേരെ താഴോട്ട് അങ്ങ് പോയാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സിനിമയുടെ പേരെന്നാ, ഓർഡിനറി സിനിമയ്ക്കകത്ത് ലൊക്കേഷനാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയാണ് അതിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ആ KSRTC വരുന്നതും കുറേ ഭാഗം ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അടിപൊളി, ഞാൻ കാണിച്ചു തരാം. ആ മലയുടെയൊക്കെ മുകളിലേക്ക് നോക്കി, നല്ല മഞ്ഞല്ലേ, നല്ല കോട കയറിയിട്ട് അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ മഴ പെയ്യാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഓർഡിനറി ഈ സിനിമയിലെ ലൊക്കേഷൻ. ഈ ഒരു ഭാഗത്തൊക്കെയാണ് കൂടുതൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ വഴി അങ്ങോട്ട് പോകുന്നിടത്താണ് നമുക്ക് കൈലാസഗിരി ഒക്കെ ഉള്ളത്. കൈലാസഗിരി, അതുപോലെ തന്നെ നമ്മുടെ ചാർലിക്കുളമൊക്കെ ഇല്ലേ, ചാർലി സിനിമയ്ക്കകത്ത ഒരു ലൊക്കേഷൻ, ഒരു കുളമൊക്കെ ഉള്ളത്, അതൊക്കെ നമുക്ക് ഈ റോഡിലൂടെ പോകാൻ പറ്റും. പിന്നെ അപ്പുറത്ത് പാമ്പനാറിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് വരാം. നമുക്ക് ഈ റോഡ് നേരെ ചെന്ന് കയറുന്ന പാമ്പനാറിലേക്ക് കേട്ടോ. താഴോട്ട് വലിയ കുഴിയാണ് കേട്ടോ. താഴെ മുഴുവൻ തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. നല്ല രസമാണ്. താഴേക്ക് നല്ല വ്യൂ ആണ്. ഇത് കണ്ടോ, ഇവിടെല്ലാം വ്യൂ അല്ലേ, ഭയങ്കര താഴ്ചയാണ്. നമുക്ക് ഇതിനകത്ത് കാണുമ്പോഴത്തേക്കിന് അത്രയ്ക്ക് ഒരു ഭീകരത മനസ്സിലാകത്തില്ലെന്നേ ഉള്ളൂ. ഭയങ്കര വൈഡ് ക്യാമറ അല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഡെപ്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കുട്ടിക്കാലത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചെറിയ ചെറിയ ഇടവഴിയൊക്കെ കയറി ചുമ്മാ പോയി നോക്കണം, അപ്പം അറിയാം അതിൻ്റെ ഒരു ഇതുണ്ട്. ആ കുന്നിനൊക്കെ മുകളിലൊക്കെ നമുക്ക് വണ്ടി കയറ്റാൻ പറ്റും. അപ്പം ചെറിയ വഴികളൊക്കെ കാണുന്നതിനകത്തൂടെ പോയാൽ മതി. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ആ കുന്നിൻ്റെ മുകളിലൊക്കെ വണ്ടി കയറ്റാൻ പറ്റും. അപ്പം അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കട്ടെ. അവിടെ ബ്ലോക്ക് ചെയ്തേക്കുക. കുറച്ച് ഭാഗമേ ഉള്ളൂ, ഇപ്പുറത്തൂടെ വണ്ടി കയറ്റാം കേട്ടോ. ഒഴുകും മായാ നദിയേ, കനവിൻ കുഞ്ഞു തീരങ്ങൾ നീ കണ്ടുവോ, മോഹങ്ങളാം പൂക്കളെ തൊട്ടുവോ, വേനൽ വെയിൽ കൊണ്ടുവോ നിറമാരിയിൽ. ആ കാണുന്ന കുട്ടിക്കാലത്തെ മരിയൻകുളം കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചുറ്റും നമുക്ക് അടിപൊളി കാഴ്ചകളാണേ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഭയങ്കര മഴയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. മഴ ഞാൻ പറഞ്ഞില്ലേ, മഴ പെയ്യും. എന്തായാലും കൊള്ളാം, അടിപൊളി മഴ, ഭയങ്കര മഴ. ഞാൻ പിന്നെ റെയിൻകോട്ട് എന്തായാലും അടിപൊളി മഴ കേട്ടോ. ഒന്നും കാണാൻ മേല, വണ്ടി ഇരിക്കുന്നു. ഒരു രക്ഷയില്ല, നല്ല മഴ. ഇനി എന്നാ ചെയ്യും? നമുക്ക് ക്യാമറയ്ക്കകത്ത് വല്ല കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക്
പയ്യെ ഇവിടുന്ന് മുന്നോട്ട് പോകാം. തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ പുല്ലിനകത്തുള്ള വണ്ടി സ്കിഡാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു വൈറൽ വീഡിയോ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വണ്ടിയിൽ കിടക്കുന്ന ടയറൊന്നും ഈ ഒരു എന്നാ പറഞ്ഞാൽ ഇതിലെ കൂടെ ഒന്ന് ഓടിക്കാൻ പറ്റുന്നൊരു ടയറല്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇതിലെ കൂടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അങ്ങ് താഴെ ചെല്ലുന്നതായിരിക്കും. എന്തായാലും കൊള്ളാം, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നല്ല മഴയുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഈ രണ്ട് സൈഡിലേക്ക് നോക്കി അടിപൊളി കാഴ്ചകളില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്. ഭയങ്കര രസമുണ്ട്. നല്ല തണുപ്പ്, നല്ല മഴയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഒന്നും കാണാൻ പറ്റില്ല എനിക്ക്. നമ്മൾ പതുക്കെയാണ് പോകുന്നത്. ഇതാ ഒരു കടയൊക്കെ ഉണ്ടോ, അത് തുറന്നിട്ടുണ്ടോ എന്നറിയത്തില്ല. ഭയങ്കര രസമില്ലേ സ്ഥലം കാണാനായിട്ട്. അത് തുറന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ചായ ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ചായ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഗൂഗിൾ പേ കാണാൻ വഴിയില്ല. ഗൂഗിൾ പേ ഉണ്ടാൽ തന്നെ ഇവിടെ റേഞ്ച് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാം. ഇവിടെ എന്ന് കഴിഞ്ഞാൽ ഇവിടെ ആരും ഇല്ല കേട്ടോ. ഈ ഒരു വഴിയിൽ ഇതുവരെ ഞാൻ ആരെയും കണ്ടില്ല. കാരണം നമുക്ക് മുന്നോട്ട് പോവേ. ഇത് ഇപ്പോഴാണ് ഞാനൊരു വണ്ടി കാണുന്നത് ഈ വഴിയിൽ കേട്ടോ. പറഞ്ഞു തീർന്നേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. ഈ മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരും ഇല്ലാതെ. പക്ഷേ ഈ മഴയത്ത് ഇങ്ങനെ പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല മഴയുള്ള സമയത്തൊക്കെ വരാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് മണ്ണിടിച്ചിലും പരിപാടികളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഈ വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര ഒരു റിസ്കി പരിപാടിയാണ് കേട്ടോ അത്. അതുകൊണ്ട് എന്തായാലും വരുന്നവരൊക്കെ കരുതി വേണം വരാൻ. 2-3 പേരൊക്കെ ആയിട്ട് പറഞ്ഞു. എൻ്റെ കൂടെ വരാനൊന്നും ആരും ഇല്ലെന്നേ സത്യം പറഞ്ഞാൽ. നേരത്തെയൊക്കെ ഞാൻ പോരുമ്പോഴത്തേക്കിന് ബൈക്കുള്ള ആളുകളൊക്കെ ചോദിക്കുമായിരുന്നു വരുന്നത്. പിന്നെ ഒറ്റയ്ക്ക് വന്ന് ഇപ്പോൾ അതൊരു ഭയങ്കര ഒരു ശീലമായിപ്പോയി. എന്നാ പറയുന്നത്, അത് വേറൊരു മൂടാണ്. ഒറ്റയ്ക്ക് വരുന്നത് വേറൊരു മൂടാണ് കേട്ടോ. സോളോ ഇങ്ങനെ എന്നാ പറയുന്നത്, ആരെയും നോക്കണ്ട, സമയമില്ല അതിന്. നമുക്ക് തോന്നുന്ന സമയത്ത് വീട്ടിൽ പോകാം, നമുക്ക് ഇഷ്ടമുള്ള വഴി കയറിപ്പോവാം. അങ്ങനെയൊക്കെ അത് വേറൊരു വൈബാണ് കേട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇപ്പം എനിക്കത് ഇപ്പോൾ ശീലമായി. ഞാനിപ്പോൾ ഡെയിലി ഒറ്റയ്ക്കാണ് പോകാറ്. അത് വേറൊരു രസമാണ്. ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇവിടുന്ന് മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുൾ ഓഫ് റോഡാണല്ലോ. നമ്മുടെ ഈ വണ്ടി ഓഫ് റോഡ് ഉപയോഗിക്കാവുന്ന വണ്ടിയാണ്, അങ്ങനെയാണ് കമ്പനി പറയുന്നത്. ഞാനിതുപോലെ ഭയങ്കര ഓഫ് റോഡൊന്നും ഇതുവരെ ഓടിച്ചു നോക്കിയിട്ടില്ല. ഓഫ് റോഡൊക്കെ പോകണമെന്നുണ്ട് ഒരു 2-3 പേര് കൂടെ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പണിയാണ്. അത് കാരണം ഞാൻ ഇതുവരെ നല്ല ഹാർഡ് ഓഫ് റോഡൊന്നും പോയിട്ടില്ല ഇതുവരെ. ഇത് നമ്മൾ നേരെ ചെന്നിട്ട് ഈ വഴി നേരെ അങ്ങോട്ട് ചെന്നിട്ട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചാർലി കുളത്തിലോട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് അങ്ങോട്ടും കൂടി കയറിയിട്ട് വേണം പോകാൻ. ഞാനവിടെ 2-3 തവണ പോയിട്ടുണ്ട്. 2-3 അല്ല, അതിൽ കൂടുതൽ തവണ അവിടെ പോയിട്ടുണ്ട്. 2 തവണ ഞാൻ എൻ്റെ വ്ളോഗ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഈ മഴ ഇതുപോലെ മഴയുള്ള സമയത്തും കൂടി അവിടെ പോവുകയാണെങ്കിൽ ഭയങ്കര വേറൊരു ഫീലില്ലേ. പിന്നെ മാത്രമല്ല ഈ വണ്ടിയുടെ 2-3 ഫോട്ടോയൊക്കെ നമുക്ക് അവിടെ പോയിട്ട് എടുക്കാം. അവിടെ വച്ച് വണ്ടിയുടെ ഫോട്ടോയൊക്കെ എടുക്കുന്നത് ഭയങ്കര രസമുള്ള ഒരു ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. കാറിനൊക്കെ വരുന്നൊരു ഇവിടം വരെ വണ്ടി വരത്തുള്ളൂ കേട്ടോ. നമുക്ക് അടിയൊക്കെ തട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകുന്നത് ഇച്ചിരി റിസ്ക്കാണ്. പിന്നെ 4x4 വണ്ടിയും പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായിട്ടുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി വരത്തുള്ളൂ. ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളൂ, ഇതുവരെ ഒരെണ്ണത്തിനെ പോലും വഴിക്ക് കണ്ടില്ലല്ലോ. മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇമാറെ ഒരു കുത്ത് കിട്ടിയ താഴെ പോകും നമ്മൾ. ഈ വഴിയൊക്കെ മൊത്തം പോയി കിടക്കും കേട്ടോ. തെന്നി കിടക്കുവാണേ. സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ എന്നാ പറയുന്നത്, താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, മുന്നോട്ട് പോയി നിൽക്കാം. മിക്കവാറും അവിടെ ഭയങ്കര ആളായിരിക്കും. ഒരു തവണ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാനിവിടെ വന്നായിരുന്നു. അപ്പം ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരോട് ഒരു 10 പേരെ മാറ്റണം നമ്മൾ, അല്ലോ അതുപോലെ ആളായിരുന്നു. ഇതുണ്ട് ഈ റോഡൊക്കെ ഭയങ്കരമായിട്ട് പോയി കിടക്കുകയാണേ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കാറുമായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകത്തേ ഉള്ളൂ. അടിപൊളി. ഇവിടെ ഒരു മനുഷ്യന്മാർ പോലും ഇല്ല കേട്ടോ. എന്തായാലും കൊള്ളാം, നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഫോട്ടോയ്ക്കും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും കൊള്ളാം. ഞാൻ ആദ്യമായിട്ടല്ല, കഴിഞ്ഞൊരു തവണ വന്നപ്പോൾ ഭയങ്കര ആളായിരുന്നു. ഇതിനകത്ത് ആ കുളത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അക്കരെ കരയിൽ ഇപ്പുറത്തെ കരയിൽ ഈ നടുക്കത്തെ ഈ റോഡിലെല്ലാം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നിറച്ച് ബൈക്കേഴ്സാണ് വരുന്നത് മുഴുവനും.
ഈ ഒരു സ്ഥലത്തെ പറ്റി പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ അല്ലേ, കാരണം ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ ചാർലി സിനിമയിലെ ലൊക്കേഷനാണ് കേട്ടത്. ചാർലി സിനിമയിലെ 2-3 സീനുകളിലൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ദുൽഖർ സൽമാൻ്റെ സിനിമ. അപ്പം ഇതിൽ കൂടുതൽ കാര്യമൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഇതുണ്ടോ, അടിപൊളി സ്ഥലമല്ലേ. ഈ ഒരു വെള്ളം ഇല്ലാത്ത സമയത്ത് ഇവിടെ വന്നിട്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ ചാനലിനകത്ത് തന്നെ ഈ ഒരു സ്ഥലത്തിന് 2 തവണ ഞാൻ വ്ലോഗ് ചെയ്തത് കിടപ്പുണ്ട്. ഒന്ന് വെള്ളം ഇല്ലാത്ത സമയത്തും ഒന്ന് വെള്ളമുള്ള സമയത്തും നമ്മളിവിടെ വ്ലോഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പം നമുക്ക് പയ്യെ പോകാം ഇവിടുന്ന്. ഇതിൻ്റെ മുകളിലോട്ട് ചെന്ന് കയറി കഴിയുമ്പോഴത്തേക്കിന് വേറൊരു ആംഗിളിൽ നമുക്ക് ഈ ഒരു സ്ഥലം കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ, അതും ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കാണാൻ വരുന്നവരൊക്കെ ഈ ഒരു വഴി കൂടെ കയറി ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ കൂടി കാണാൻ പറ്റും. അപ്പോൾ അതും കൂടി കണ്ടിട്ടേ നിങ്ങൾ പോകാളൂ കേട്ടോ. ഉള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. നോക്കിയാൽ മേഘമൊക്കെ ഇരുണ്ട് കൂടി നിൽക്കുന്നുണ്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, അടുത്തൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞാൻ ഉടനെ തന്നെ വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്.